നമസ്കാരം. കാസർഗോഡ് പഴയ ചൂരിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. വിചാരണ കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയത്. പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ നൽകി. പ്രതികളെ വെറുതെ വിടാൻ കോടതി കണ്ടെത്തിയത് ദുർബലമായ കാരണങ്ങളാലാണ്. വിചാരണ കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ പറയുന്നുണ്ട്. റിയാസ് മൗലവി വധക്കേസിന്റെ വിധിയുടെ കുറ്റപത്രം കുറ്റമറ്റതാണെന്നും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ളതാണെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഷാജിത്ത് വ്യക്തമാക്കിയിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100ഓളം സാക്ഷികളിൽ 97 സാക്ഷികളെയും പ്രോസിക്യൂട്ട് ചെയ്തു. 25 വർഷത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കേസിന്റെ മെറിറ്റ് വെളിപ്പെടുത്തേണ്ടി വരുന്നത്. എല്ലാവരും ഇപ്പോൾ ക്രൂശിക്കുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും അന്വേഷണ ഏജൻസിയുമാണ്. കഴിഞ്ഞ 7 വർഷവും 7 ദിവസവും ജാമ്യം പോലും ലഭിക്കാതെ പ്രതികൾ അകത്ത് കിടന്നത് പ്രോസിക്യൂഷൻ വാദം ശരിയായതുകൊണ്ടാണ്. ഈ കേസിൽ മൗലവിയുടെ സിം കാർഡ്, മൊബൈൽ ഫോൺ എന്നിവ പരിശോധിക്കേണ്ടതില്ല. ഡിഫൻസ് വക്കീൽ അതിനെക്കുറിച്ച് ചോദിച്ചില്ലല്ലോ. ഒന്നാം പ്രതിയുടെ വസ്ത്രമടക്കം DNA ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു. 81 സാക്ഷി മുതൽ 4 പേരായ RSS പ്രവർത്തകർ പ്രതികളായ 3 പേർക്ക് RSS ബന്ധം സാധൂകരിക്കുന്ന മൊഴികൾ നൽകിയതും കോടതിയിൽ സമർപ്പിച്ചതാണ്. അഡീഷണൽ സാക്ഷികളെ അടക്കം കൊണ്ടുവന്ന കേസാണ് ഇത്. എന്നിട്ടും പ്രോസിക്യൂട്ടറെയും അന്വേഷണ ഏജൻസിയും കുറ്റപ്പെടുത്തുകയാണ്. ആവശ്യമെങ്കിൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരുന്നു. കാസർഗോഡ് ഒരു കേസിൽ UAPA ചുമത്തിയാൽ മറ്റ് കേസുകളിലും ഇത് ചുമത്തേണ്ടി വരും. സർക്കാരിൻ്റെ നയം തന്നെ UAPA ഒഴിവാക്കണമെന്നാണ്. അതാണ് ഈ കേസിൽ UAPA ചുമത്താതിരുന്നത്. റിയാസ് മൗലവി വധക്കേസിൽ പോലീസിനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും വീഴ്ച പറ്റിയിട്ടില്ല. ആവശ്യമായ എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളായ മുഹമ്മദ് ഇംതിയാസ്, CS സുലൈമാൻ, CH അബ്ദുള്ള കുഞ്ഞി, അഡ്വക്കേറ്റ് C ഷുക്കൂർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഷാജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതികളായ കാസർഗോഡ് കേളഗുഡെ സ്വദേശികളായ അജേഷ് എന്ന അപ്പു, നിതിൻ കുമാർ എന്ന നിതിൻ, കേളഗുഡെ ഗംഗൈനഗറിലെ അഖിലേഷ് എന്ന അഖിലു എന്നിവരെ വിട്ടയച്ച കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. കൊലപാതകം സംബന്ധിച്ച് പ്രതികളുടെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് വിലയിരുത്തിയാണ് പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന വാദവും ഇവർ RSS പ്രവർത്തകരാണെന്ന വാദവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും വിചാരണ കോടതി വിലയിരുത്തിയിരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഉത്തരവിറക്കിയത്. തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തി. വിധിക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മുഖ്യമന്ത്രി നേരിട്ട് ചുമതലപ്പെടുത്തുകയായിരുന്നു. വിധിക്കെതിരെ പല കോണുകളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നത്. കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. ഈ കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്.